ഒരു രക്ഷാപ്രവർത്തനമാണ് എന്നവർ നടത്തിയത്. ആ രക്ഷാപ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ മന്ത്രിമാരായിരുന്ന സർക്കാരിൻ്റെ ഭരണപരാജയം കൊണ്ടല്ല, പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ദോഷം കൊണ്ടല്ല, മറിച്ച് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പാർട്ടി ഇതൊന്നും അറിഞ്ഞില്ലേ മുദ്രാവാക്യം ഏർപ്പെടുത്തിയപ്പോഴൊക്കെ? അന്ന് മുദ്രാവാക്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളെ ചില നിരീക്ഷകർ LDFൻ്റെ മുദ്രാവാക്യങ്ങൾ എത്ര സ്പഷ്ടമാണ്. അതായത് ആദ്യം LDF വരും, എല്ലാം ശരിയാകും, പിന്നീട് ഉറപ്പാണ് LDF, പിന്നീട് ഞങ്ങളല്ലാതെ മറ്റാര് എന്നൊക്കെ ഇങ്ങനെ കൃത്യമായി ചോദിക്കാൻ ഇവർക്കല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ കൈയടിച്ചവരാണ്. എന്നാൽ അന്ന് ഇവർ ആലോചിച്ചില്ലല്ലോ ഞങ്ങളല്ലാതെ മറ്റാരുണ്ടെന്ന് പറയുമ്പോൾ അത് തെറ്റായ മുദ്രാവാക്യമാണെന്ന്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ പോലെ അതാ പറഞ്ഞത്, കമ്പ്യൂട്ടറിനെ വിമർശിച്ചവരെ ഇന്ന് കമ്പ്യൂട്ടറിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഉപകരണമാക്കുകയാണ്. കമ്പ്യൂട്ടറിനെ അറബിക്കടലിൽ തള്ളണമെന്നും ബെഗനെന്നും പറഞ്ഞവരിന്ന് കമ്പ്യൂട്ടറിലെ അണ്ടുവിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ അതിലൊക്കെ ഒന്നും പറയുന്നില്ല, അതൊക്കെ തമാശയായിട്ട് എടുത്താൽ മതി. പക്ഷേ യഥാർത്ഥ സംഭവം എന്താണ്? ഇവർക്ക് പറയാൻ കഴിയണം. ജനറൽ സെക്രട്ടറി പറഞ്ഞതും ശ്രീ രാജീവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അവരിപ്പോഴും സംശയത്തിന് അതീതമായി പറയുന്നില്ല. അവർ ജനങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് തോറ്റതെന്ന്, പാർട്ടി പ്രവർത്തകർക്കറിയാം എന്തുകൊണ്ടാണ് തോറ്റതെന്ന്. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നു കൊണ്ടല്ല തോറ്റെന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ഇവർ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പരാജയവും ഡിസംബറിൽ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ പരാജയവും മറച്ചു വയ്ക്കുന്നു. അന്ന് മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ. അന്ന് പറഞ്ഞ എന്താണ്? ഭരണത്തിനുള്ള വിലയിരുത്തലാണെന്നില്ലേ? മൂന്നാം വട്ടം അധികാരത്തിൽ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയപ്പോൾ അവർക്കൊരൊറ്റ ക്യാപ്റ്റനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ചോദിച്ചു, ആരാണ് നിങ്ങളെ നയിക്കുന്നത്? പിണറായി അല്ലാതെ മറ്റാര് എന്ന് പറഞ്ഞയാളാണ് ഈ ജനറൽ സെക്രട്ടറി MA ബേബി. അതുമാത്രമല്ല, പാർട്ടിക്ക് ഒരുപാട് കാര്യങ്ങളിൽ പാർട്ടി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അവരെ ഏറ്റവും കൂടുതൽ അവരെ ബാധിച്ചത് സ്വർണ്ണക്കൊള്ളയാണ്. ആ സ്വർണ്ണക്കൊള്ളക്കേസിൽ സോണിയാഗാന്ധിയെ ബന്ധപ്പെടുത്തി പാർട്ടി ഒരു ആക്ഷേപം ഉന്നയിച്ചപ്പോൾ അത് തെറ്റാണെന്ന് MA ബേബി പറഞ്ഞു, അത് തെറ്റാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അതിന് പ്രോത്സാഹനം നൽകുന്ന സമീപനം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ സ്വീകരിച്ചു. Big TV